ആശിക്ക് സ്ഥിരമായിട്ട് ടിക്കറ്റ് എടുക്കുമായിരുന്നോ? ടിക്കറ്റ് എടുക്കലുണ്ട്. എന്താ ഉമ്മയ്ക്കൊന്ന് തോന്നുന്നേ? എനിക്ക് സന്തോഷം, എനിക്ക് അടിച്ചെന്ന് തന്നെ സന്തോഷം. വാപ്പയ്ക്ക് ലോട്ടറി അടിച്ച് അറിഞ്ഞാ? എത്ര അടിച്ചെന്നറിയോ? എത്ര അടിച്ചേ? മോൾ അറിഞ്ഞായിരുന്നോ? എന്ത് പറഞ്ഞു വാപ്പ? ഒന്നും പറഞ്ഞില്ല. കൂട്ടുകാരൊക്കെ അറിഞ്ഞോ? അറിഞ്ഞു കുറച്ചാളി. കൂട്ടുകാരെ എന്താ പറയുന്നത് ഇപ്പോ? ആഷിക്കിന്റെ വൈഫ് കൂടി ഉണ്ട്. ആഷിക്ക് വിളിക്കണ്ടല്ലേ? നമ്മളൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ? പ്രതീക്ഷിതമായിട്ട് ഇന്നലെ വിളിച്ചപ്പോൾ വളരെ സന്തോഷമായി. നിങ്ങൾ നിങ്ങളുടെ ധനം അന്യായമായി തിന്നരുത് എന്നാണ്. കാരണം ഒരു ന്യായവുമില്ലാത്ത പണമല്ലേ. കേവലം ഒരു ഭാഗ്യപരീക്ഷണം നടത്തിയിട്ട് ആർക്കാണോ അത് വീഴുന്നത് അവൻ മറ്റുള്ളവരുടെ പൈസയൊക്കെ കൊണ്ടുപോവുക. തനിക്ക് വീണില്ല എന്നതിൻ്റെ പേരിൽ ഇത്രയും ആളുകൾക്ക് അവരുടെ പണം നഷ്ടപ്പെടുക. ആ പണമൊക്കെ ഒരാളുടെ കീശയിൽ വരിക വലിയ കാര്യമായിട്ടൊക്കെ പലരും ധരിക്കുന്നുണ്ടെങ്കിലും ഹറാമാണത്. 10 കോടിയും 30 കോടിയും ഒക്കെ അടിച്ചു എന്ന് പറയുമ്പോൾ ഹറാമായ പൈസ, മറ്റുള്ളവരുടെ പണം, അതാണ് പോക്കറ്റിലായത്, അതാണ് അക്കൗണ്ടിലായത്. അതുമൂലം താൻ എന്ത് ചെയ്താലും അതിൽ ബറക്കത്തുണ്ടാവില്ല, ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമായ ഒരു ധനത്തിനും ബറക്കത്ത് നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ ഹലാലായ പൈസ 1 ദിർഹമാണെങ്കിലും അള്ളാഹു അതിൽ ബറക്കത്ത് നിശ്ചയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുക എന്ന ഒരു അവസ്ഥ ഇതിലുണ്ട്. പലിശ പോലെ തന്നെ ഇതും ആ നിലക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫജ്തനിബൂ, ഉപേക്ഷിക്കണം അതൊക്കെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നതാണ്. ഈ ലോകത്തും പരലോകത്തും ശരിയായ വിജയം സാമ്പത്തിക രംഗത്തും മറ്റൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇത് ഉപേക്ഷിച്ചേ മതിയാകൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്രത്തിലും ടി വിയിലും മാധ്യമങ്ങളിലുമൊക്കെ ആ എയർപോർട്ടിൽ നിന്ന് അടിച്ചു, ഇവിടുന്ന് അടിച്ചു, ആ ഫെസ്റ്റിവലിൽ നിന്ന് അടിച്ചു, ഓരോരുത്തർക്കും 10 കോടി 15 കോടി എന്നൊക്കെ പറയുമ്പോൾ വഞ്ചിതരാവരുത്. പിശാച് മനസ്സിൽ ഇങ്ങനെ ഇട്ട് തരും, ഒരു ടിക്കറ്റ് നീയും എടുത്തു നോക്ക്, അടിച്ചാലോ. പിശാചാണത്. ഒരിക്കലും അങ്ങനെയുള്ള ഒരു കാര്യവുമായും ഞാനും നിങ്ങളും ഏർപ്പെടാൻ പാടില്ല. അതിലൂടെ ശത്രുതയും വിദ്വേഷവും ഉണ്ടാകുമെന്ന് അള്ളാഹു പറയുകയാണ്. അതെങ്ങനെയൊന്നൊരു പക്ഷേ നമുക്കറിയില്ലെങ്കിലും റഹ്മാനായ റബ്ബിനറിയാം. അതുകൊണ്ട് പടച്ചറബ്ബ് പറയുന്നു പാടില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന, ഇവിടെയും ഏത് നാട്ടിലും കാണപ്പെടുന്ന എല്ലാ ലോട്ടറി, നമ്മൾ പണം കൊടുത്ത് ടിക്കറ്റ് വാങ്ങി ഭാഗ്യപരീക്ഷണം നടത്തുന്ന എല്ലാ ലോട്ടറികളും അത് 50 ഫിൽസ് ആണെങ്കിൽ പോലും അത് മൈസിറാണ്.